സംസാരിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായി എന്ന് പറഞ്ഞ് ഞാൻ ഫോണ് ഇനി പിന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞതാണ്. 3/4 മണിക്കൂർ നേരം അതിൽ എൻ്റെ സ്വന്തം കാര്യങ്ങളുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന മഹലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവന് ജോലി ചെയ്യുന്ന സി കെ നഗറിനെ കുറിച്ച്, ഇവിടെ മേൽമുറിയെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, ഞങ്ങളെ ഗൂഡല്ലൂരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞങ്ങൾ പെങ്ങന്മാരെ 2 മക്കള് വിവാഹപ്രായം, അക്കാര്യങ്ങൾ, കല്യാണ കാര്യങ്ങൾ തുടങ്ങി ഈ 3/4 മണിക്കൂർ നേരം സംസാരത്തിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെയാണ് ഞാനതൊക്കെ വായിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അനുജനുമായി ഇടപെട്ടിട്ടുണ്ട്, ഇതുപോലെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവസാനത്തെ ആ ഒരു യാത്ര ഞങ്ങളുടെ നാട്ടിൽ, സ്വന്തം നാട്ടിലാണ് അവസാനത്തെ പ്രഭാഷണം. ദേവർഷോലയിൽ വെച്ചിട്ടാണ് 3 ഡിവിഷൻ. ആ പരിപാടിക്ക് പോകുന്ന സമയത്ത് ദേവർഷോല ഉസ്താദിന്റെ അടുത്ത് 2 കുട്ടികൾ, പെങ്ങന്മാരെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. സാധാരണ പോലെ കാണാനൊന്നും പോയില്ല. അവരെ പോയി കണ്ട് അവർക്ക് നിറയെ മിഠായികളൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അവരെയും കൂടി വണ്ടിയിൽ കയറ്റി. അങ്ങനെയൊന്നും സംഭവം ഉണ്ടാവില്ല, അതൊക്കെ ഒരു പുതിയ സംഭവങ്ങളാണ്. വേറെ ഞങ്ങളെ പെരിയശോലയിലുള്ള ഒരു പെങ്ങളോട് അവിടേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് കാണണം. വേറൊരു അടുത്തേക്ക് എത്താൻ വേണ്ടി അങ്ങനെ സഹോദരിമാരുമായിട്ടുള്ള ഈ ഒരു സൗഹൃദ സംഗമങ്ങളൊക്കെ ഇതിന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഒരുക്കമായിരുന്നു എന്ന് പിന്നീടാണ് ബോധ്യപ്പെട്ടത്. എല്ലാ അർത്ഥത്തിലും കുടുംബവുമായിട്ടുള്ള ഹക്കുകളൊക്കെ പൂർണ്ണമായും വീട്ടിയിട്ടാണ് വിടവാങ്ങുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായി ദുആ ചെയ്യണം. നടത്തിയ നസീഹത്തുകളും ഇടപെടലുകളൊക്കെ ആഖിറത്തിലേക്ക്, ഖബർ ജീവിതത്തിൽ സന്തോഷത്തോടെ അനുഭവിക്കാൻ നിങ്ങളൊക്കെ ഇനിയും നന്നായി ദുആ ചെയ്യണം. അല്ലാഹു എല്ലാം ഖബൂൽ ചെയ്യട്ടെ. ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ ഇനി നാളെയും മറ്റന്നാളൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എത്ര ആൾക്കാർ വന്നാലും എങ്ങനെയും സ്വീകരിക്കണം എന്നുള്ള, എത്ര മനോഹരമായിട്ടും അവരെ സ്വീകരിക്കണം എന്നുള്ളത് അനുജനെപ്പോഴും ഞങ്ങളോട് പറയലുണ്ട്. ഉമ്മന്റെ പരിപാടിയൊക്കെ നിങ്ങൾക്കറിയാം, വളരെ ഭംഗിയായിട്ടാണ് നിർവഹിച്ചത്. അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഉമ്മന്റെ ചികിത്സക്കും, ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും, ഉമ്മയെ പരിചരിക്കുന്നതിനും വേറെ ആരോടും ഇടപെടുന്നില്ല. പൈസ എടുത്തിട്ട് അത് ചെയ്യും. ഇതാണ് അനുജന്റെ സ്വഭാവം.